ഹലോ ഗൈസ്, മലപ്പുറം കുന്നുമുള്ള മനോരമ സർക്കിളിന്റെ ഓപ്പോസിറ്റുള്ള മിൽമ ബൂത്ത് നിന്ന് കട്ടൻ ചായ കുടിച്ചിരിക്കുമ്പോഴാണ് ഒറ്റ മൈൻഡിൽ ബാംഗ്ലൂർക്ക് പോകാനൊരു പൂതി. പിന്നെ ഒന്നും നോക്കില്ല, ഞാനും ബാബായും കൂടി അംബാനിന്റെ പമ്പെന്നാണ് ഫുൾ ടാങ്ക് ആക്കി. പിന്നെ ഒരൊറ്റ പോണ പോക്കിൽ ഉറക്കം വരാതിരിക്കാൻ മോൺസ്റ്റാറിന്റെ മാക്രട്ട് വെള്ളം കുടിച്ചു. നിങ്ങളോട് പറയാനാ ഒരുമാതിരി ചോയ കുടിച്ചത് ഓർമ്മയുള്ളൂ. ദേ കിടക്കണ പെട്ടിയും കിടക്കി. പിന്നെ നീച്ചേണ്ടത് വൈക്കട എത്തിയപ്പോഴാണ്. സമയം 1:09. കൂരാകൂരിട്ട് വിജനമായ പാത. ആനയുടെ ബോർഡും കണ്ട് പാണ്ടിലോറി മറികടന്ന് പോകുമ്പോൾ ഇതാ മുന്നിൽ നിറച്ച ആനക്കൂട്ടങ്ങൾ. അങ്ങനെ ഇടത്തുള്ള തന്നെ വലത്തിർത്തി ഒരുവിധം ഞങ്ങൾ അങ്ങനെ നാടുകാണി ചെക്ക് പോസ്റ്റിലെത്തി. അപ്പൊ അവിടെ തെരച്ചിലോട് തെരച്ചില് ഇലക്ഷൻ ആയിട്ട് അങ്ങനെ നട്ടപ്പാതിര നേരത്തെ നാടുകാണി ചെക്ക് പോസ്റ്റിലെ പോസ്റ്റ് മറികടന്ന് ഞങ്ങൾ അങ്ങനെ മുതുമല ഫോറസ്റ്റ് കയറാൻ അങ്ങനെ മാനാളം കണ്ട് ഫോൺ നോക്കുമ്പോൾ സമയം 2:22. ഇപ്പൊ എന്തായാലും കടത്തി വിടലാറുണ്ട് ഉറങ്ങണമാരെയാണ് അഭിനയിച്ചു. അപ്പണ്ട് ലേറ്റ് ഓൺ അടിച്ചുകൊണ്ട് ഒരാൾ ചീറിപ്പോയാണ്. ഞാൻ സമയം നോക്കുമ്പോൾ 2:34. ആരടാ ഈ നേരത്തെ ചെക്ക് പോസ്റ്റ് മറികടന്ന് പോകണ്ടെന്ന് നോക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി ചെന്ന് നോക്കിയപ്പോ വേറെ ആരല്ല, നമ്മളെ KSRTC. ആരടാന്ന് ചോദിച്ചാൽ പുറത്തിറങ്ങിയത് ഓർമ്മയുള്ളൂ. നിങ്ങളോട് പറയാൻ പേരും തണുപ്പ്. പിന്നെ അവിടെയുള്ള ചായപ്പീടി കയറിക്കാണ്ട് പൗതിവർക്കത്തിൽ ഞാൻ നല്ലൊരു കട്ടൻ ചായ അങ്ങനെ കട്ടൻ ചായയും കുടിച്ച് പൗതിവർക്കത്തിൽ പൗതി വൈബിട്ട് ഞാൻ അവിടെയുള്ള പള്ളി കയറിക്കാണ്ടാണ് നിസ്കരിച്ചു. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് വണ്ടി കയറിയപ്പോൾ ലോറിക്കാരൊക്കെ നമ്മൾ ജാമാക്കി. അങ്ങനെ ഒരുവിധം നമ്മൾ എന്ത് ചെയ്തു, മുതുമല ഫോറസ്റ്റ് അങ്ങനെ നേരം പരപര വെളുത്തപ്പോൾ ഞാൻ കുങ്കിയാനെ കണ്ടു. അപ്പൊക്ക് മനസ്സിലായത് തൊപ്പക്കാട് എത്തിക്കണം. അങ്ങനെ കാടിന്റെ കാഴ്ചകളും കണ്ട് മാൻകൂട്ടും കണ്ട് മുന്നോട്ട് പോകുമ്പോൾ മുന്നിൽ ഇമ്മിണി വലിയൊരു പോത്ത്. നിങ്ങളോട് പറയാൻ ഇജാതി സൈസുള്ള സാധനമൊക്കെ കാട്ടുന്ന ഞാൻ ആദ്യമായിട്ട് കാണാണ്. എന്തപ്പതൊക്കെ മസില് വല്ലാത്ത ജാതി മസിൽ. ഇവനൊക്കെ ശ്രിഞ്ചുത്തി മസിൽ ഉണ്ടാക്കിയാണോ? ഇവനൊക്കെ ഏത് ജിമ്മിലാ പോക്ക്? അങ്ങനെ ഇതൊക്കെ കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ട് കാടിന്റെ കാഴ്ചകളും കണ്ട് മുതുമല ഫോറസ്റ്റ് നമ്മൾ മറികടന്നു. തമിഴ്നാട് സ്റ്റേറ്റ് പിന്നിട്ട് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത് കർണാടക സ്റ്റേറ്റിലേക്കാണ്. മുതുമല ടൈഗർ റിസർവ് വരുന്നത് തമിഴ്നാട്ടിലാണെങ്കിൽ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് വരുന്നത് കർണാടക സ്റ്റേറ്റിലാട്ടോ. അങ്ങനെ ബന്ദിപ്പൂർ ഘോര വനത്തിലൂടെയുള്ള യാത്രയിൽ നമ്മൾ കണ്ടത് മയിലിന്റെ സംസ്ഥാന സമ്മേളനമാട്ടോ. പരമ്പ ടൈഗർ റിസർവ് വനാണെങ്കിലും ഇക്കണ്ട കാലം വരെ 900 വട്ടം ഞാൻ ഇതിൽ സഞ്ചരിച്ചു. ഇന്നേ വരെ ഞാൻ ഒരു കടുവനും പുലിനും ഞാൻ കണ്ടിട്ട്. ആകെ കാണ്ട് ഈ കുങ്കിയാനകളും കുറച്ചും മാനും കുറച്ചും മയിലും പിന്നെ ഒരു കാട്ടും. ഈ കാണ്ട് ആന ചെരിഞ്ഞാലട്ടോ നേരം വെളുത്ത് നീച്ച മടിയായി കിടക്കണം. അങ്ങനെ കാട് മാറി കടന്ന് ഗുണ്ടൽപേട്ടിന്റെ ഗ്രാമീണ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ അങ്ങനെ പ്രയാണം തുടരുമ്പോൾ പള്ളന്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ ഉൾവലിവ്. പിന്നെ ഒന്നും നോക്കില്ല, അവിടെ കണ്ട ഹോട്ടലിൽ കയറി കണ്ട് നല്ല നാസ്താണ് സാപ്പാടാണ്. അങ്ങനെ എണ്ണിച്ചുട്ട ദോശയിൽ നിന്ന് കിട്ടിയ ചായ ക്ലാസ് ആയിട്ട് ഞാൻ അങ്ങനെ നേരെ ഹൈവേമ കയറി. പിന്നെ അവിടെ വൈബിട്ട് ഒരു ചായ കൂടി. ആഹാ അടിപൊളി. അങ്ങനെ വൈബിട്ട് വണ്ടി കയറി ചവിട്ടി വിട്ടപ്പോ ദാ മുന്നിൽ വലിയൊരു കർണാടക വള്ളി. ഇതിലും വലിയ വള്ളി നാട്ടുപിടിച്ചലുണ്ടായിരുന്നു കണ്ട് ഹൈവേമ കൂടി ചവിട്ടി വിട്ടപ്പോതാക്കണം മുന്നിലൊരു അപകടം. സങ്കടപ്പെടുത്തണ ഓരോ കാഴ്ചകളെ. 100-120 റോട്ടുമ്മ കൂടി നിലം തൊടാതെ ചീറിപ്പാഞ്ഞ് കുതിച്ചിരുന്ന ഞങ്ങളെ വണ്ടി രണ്ടാമത്തെ അപകടം കണ്ടപ്പോ പിന്നെ 60 ഹൈ സ്പീഡ്. അപ്പൊ പിന്നെ കാഴ്ചകളും കണ്ടു മന്ദം ഞങ്ങൾ അങ്ങനെ തിരക്ക് പിടിച്ച ബാംഗ്ലൂർ സിറ്റിയിലെത്തി. അങ്ങനെ അവിടെ എണ്ണടിച്ചാൻ കയറിയപ്പോ അടുത്ത വഴി. അപ്പൊ പിന്നെ ഒഴിഞ്ഞൊരു പാർക്കിങ്ങിൽ വണ്ടിയും പാർക്ക് ചെയ്ത് കാണും ബാംഗ്ലൂരിലെ കാഴ്ചകളാണ് കണ്ട് ആസ്വദിക്കാൻ. നിങ്ങളോട് പറയാൻ ഈ ബസ്സൊക്കെ കാണുമ്പോൾ നമ്മളെ കുട്ടിക്കാലം ഓർമ്മയായിരുന്നു. അങ്ങനെ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് SR മാർക്കറ്റിലൂടെ നടക്കുമ്പോൾ കണ്ണൊന്നും കാണുന്നില്ല. നിങ്ങളോട് പറയാൻ അപ്പൊ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളി. ചീപ്പ് റേറ്റിൽ ഇവിടെ പല സംഗതികളും കിട്ടും. ബാക്കി കഥ നാളെ പറഞ്ഞുതരാം. ഓക്കെ, ബൈ.